ഗുഡ് ഈവനിങ് ആൾ. വെൽക്കം ടു ക്രിസ്റ്റൽ. നമ്മുടെ HSAയുടെ ജനറൽ പേപ്പറിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് നടത്താൻ വേണ്ടി പോകുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഐ എം ഷെയറിംഗ് വൺ നോട്ട് ഫോർ യു. നോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് ഇൻട്രോ ഞാൻ പറയാം. ജനറൽ പേപ്പറിൽ നിന്ന് നമുക്കൊരു 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോവുക. കഴിഞ്ഞ കുറച്ച് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PYQ അനാലിസിസ് എടുത്ത് നോക്കുന്ന സമയത്ത് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതിൽ കുറച്ച് ഇന്ത്യൻ ആൻഡ് കേരള സോഷ്യൽ റിഫോർമേഷൻ വരുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഭാഗങ്ങൾ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ കുറച്ച് കറണ്ട് അഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇത്. അതിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങളുടെ സിലബസ് പ്രകാരം ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ബേസ്ഡ് ഓൺ ദ PYQs ഈ ഓരോ ഭാഗത്തിൽ നിന്നും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു HS എക്സാമിനേഷനിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്തും യു കെൻ എക്സ്പെക്ട് ദാറ്റ് ദർ ഇസ് എ ഗുഡ് ചാൻസ് ഇവിടെ നിന്നുള്ള പല ഏരിയകളിൽ നിന്നും പല പ്രധാനപ്പെട്ട ഫീച്ചർ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ ടോപ്പിക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിൽ ബി ഡിസ്കസിങ് 2 ടോപ്പിക്സ്. 2 ടോപ്പിക് ആയിരിക്കും ടോട്ടലി ഡിസ്കസ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഗൈസ്, എന്താണ് ഈ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് യു ഗൈസ് ഹാവ് ടു ടെൽ അബൌട്ട് ദിസ് വൺ? എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഞാൻ ഈ ചോദിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്കറിയാവുന്ന ഒരു ഇൻഫോ അത് നിങ്ങൾ കൊമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾ അതൊരിക്കലും മിസ്സാക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയന്റ് ഫീച്ചേഴ്സ്? നമുക്ക് നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക്കിലാണ്, അല്ലെ? അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില പ്രത്യേകതകളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകൾ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാലിയന്റ് ഫീച്ചേഴ്സ് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ലോകത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന സമയത്ത് ഈ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ ആൾ പറയുന്നുണ്ട്, സ്റ്റാലിനി റാഫേൽ. വെരി ഗുഡ്. ഓക്കെ, സോ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന രീതിയിലും പറയാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 1949 ഉണ്ടാകുന്നത്. അപ്പൊ അതില് 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, 22 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 8 സ്കെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. അത് അന്നായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് 470 ആർട്ടിക്കിൾസ്, 25 പാർട്സ്, 12 സ്കെഡ്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനത്തെ പോർഷൻസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ബേസിക് ആയിട്ടുള്ള നമ്പറുകളാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് നമ്പർ വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നേക്കാം. ഞാൻ ഇവിടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ, ഞാനത് കാണിച്ചു തരികയും ചെയ്യാം. നമ്മുടെ ക്ലാസിന്റെ ഈ ഒരു ഭാഗമായിട്ട് തന്നെ ഒരു ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം വിൽ ബി പ്രാക്ടീസിങ് സം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ. അത് നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യുകയും വേണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടോപ്പിക് നോക്കിക്കേ. ഇസ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല സോഴ്സുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം 1947 വരെ ഇന്ത്യ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ലെജിസ്ലേറ്റീവ് റിഫോംസ് ഉണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ വന്നു. പക്ഷെ അത് മാത്രം മതിയോ നമ്മുടെ രാജ്യത്തിന് എന്ന്? അത് പോരാ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അംബേദ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ദേ ഡിസൈഡഡ് ദാറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ലോകത്തുള്ള മറ്റു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള എല്ലാ നല്ല വാല്യൂസും വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് UK എന്ന് പറയുന്ന ബ്രിട്ടന്റെ ഫോളോയിങ് ഉണ്ട്, USA, അയർലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, USSR, ഈവൻ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരെ നമ്മൾ പലതും കടമെടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കടമെടുത്തിട്ടുള്ളത്? അതിന്റെ ഒരു സെപ്പറേറ്റ് ടേബിള് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തേർഡിലോട്ട് പോകാം. കാരണം ബോറോഡ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനത്തിൽ HSA പരീക്ഷയ്ക്ക് PYQ ചോദിച്ചിട്ടുണ്ട്, മുൻകാല പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഏതൊക്കെയാണ്, ബ്രിട്ടനിൽ നിന്ന് ഏതൊക്കെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറെ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ടോട്ടലി ഐ ഹാവ് ലിസ്റ്റഡ് അറൌണ്ട് 31
ഫീച്ചേഴ്സ്, 31 ഫീച്ചറുകൾ പറയുന്നുണ്ട്. അപ്പൊ 31 പഠിക്കുന്നത് പോസിബിൾ ആണോ? അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറച്ച് ട്രെൻഡും നേച്ചറും അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. അതൊന്ന് ഫോക്കസ് ചെയ്യാം. അതിൽ ഒന്നാമതാണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് പാർലമെന്റ് ഉണ്ട്. പാർലമെന്റ് എന്താണ്? ഇറ്റ്സ് എ ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ നാട് ഇത്രയും കാലം ഭരിച്ചിരുന്നവരാണ്? ബ്രിട്ടൻ ആണ്. ആ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ പാർലമെന്റ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്ന് പറയുന്ന റൂൾ ഓഫ് ലോ. ദെൻ ലെജിസ്ലേഷൻ, എങ്ങനെ നിയമം ഉണ്ടാക്കാം. സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ യു കെയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതേസമയത്ത് യു കെയിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ ക്യാബിനറ്റ് സിസ്റ്റം, ക്യാബിനറ്റുകളുള്ള ഒരു കാര്യം. ദെൻ കോൺസെപ്റ്റ് ഓഫ് പ്രിറോഗേറ്റീവ് റിട്ടുകളുടെ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ നോക്കിക്കേ, ഒരു 6 ഇവിടെ പറഞ്ഞു. അപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ? പാർലമെന്റ്, ദെൻ പാർലമെന്റിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന രാജ്യത്തിന്റെ ഒരു നിയമമാണ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, റിട്ടുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് ജനറലി മനസ്സിലാക്കി വെക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ ചോദിക്കുള്ളൂ, ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. ഓക്കെ. ഇനി അതേ സമയത്ത് അമേരിക്കയിൽ നിന്നും US നിന്നും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. ദാറ്റ് ഈസ് വൺ ഈസ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഇവിടെ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനിങ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കുന്നത്. ദെൻ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ ആർട്ടിക്കിൾ 13 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ജുഡീഷ്യറി നടത്തിയിട്ടുള്ള ഒരു തീരുമാനം വീണ്ടും വേണമെങ്കിൽ പരിശോധിക്കാം. അല്ലെങ്കിൽ എസ്പെഷ്യലി ജുഡീഷ്യൽ റിവ്യൂ ദ കോൺസെപ്റ്റ് ലൈസ് ദാറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം, ഒരു ലെജിസ്ലേഷൻ ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ നോട്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് എതിരാണോ അല്ലയോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ജുഡീഷ്യറിക്ക് അമേരിക്കയിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ആലോചിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ പ്രോസസ്സും കാര്യങ്ങളെല്ലാം അമേരിക്കയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കിക്കേ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. സോ ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഈ 9ഉം 10ഉം വളരെ വൃത്തിക്കുക. അതായത് 7, 8, 9, 10 ഇത് വളരെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും കാര്യങ്ങളാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ദെൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക, പുറത്താക്കുന്ന പ്രോസസ്, വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ്, റിമൂവൽ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതി ജഡ്ജസ്. കണ്ടു, ജുഡീഷ്യറിയുടെ മറ്റൊരു എലമെന്റ് ആണ് പറയുന്നത് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ റിമൂവൽ എന്ന് പറയുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ബേസ്ഡ് ഓൺ അമേരിക്ക. സോ ബ്രിട്ടനിൽ നിങ്ങൾ കുറച്ചു കാലം പഠിച്ചു, അമേരിക്ക പഠിച്ചു. ബ്രിട്ടനിൽ നമ്മുടെ പാർലമെന്റ്, ലെജിസ്ലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അമേരിക്കയിലോട്ട് കോൺസ്റ്റിറ്റ്യൂഷനും ഫണ്ടമെന്റൽ റൈറ്റും ജുഡീഷ്യറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ അത് സെറ്റാക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂ. ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊസീഡ്. ഞാൻ നന്ദിനി ഓക്കെ, സ്റ്റാലിനി ഓക്കെ, ഷഹല ഓക്കെ, ശ്രീദീപ്തി ഓക്കെ, ശിവപ്രിയ ഓക്കെ, ഫൈൻ ഫൈൻ, താങ്ക് യു. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇത് കോൺസെപ്ച്വലി ഇത് മനസ്സിലാക്കണം, ചുമ്മാ ബൈ ഹാർട്ട് ചെയ്യരുത്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ വേണം ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ഓക്കെ. നൗ വി ഹാവ് some very specific legislations or specific borrowing feature from different countries. Like അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആണ് അയർലാൻഡ്, ബ്രിട്ടന്റെ അടുത്തുള്ള. അവിടെ നിന്നാണ് നമ്മൾ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു ലെജിസ്ലേറ്റീവ് സിസ്റ്റം നിയമം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഒരു സ്റ്റേറ്റ് പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് പറയുന്നത്. ദെൻ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. അപ്പൊ ഇത് രണ്ടും പഠിക്കുക, 14ഉം 16ഉം. ഒന്ന് DPSP, ഡയറക്റ്റ്ലി നേരിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. രണ്ടാമത്തത് പ്രസിഡന്റിന്റെ ഇലക്ഷൻ. ഇവിടെ നോക്കിയ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് അമേരിക്കയാണ്, പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് അയർലൻഡാണ്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ എമർജൻസി പ്രൊവിഷൻസ് വി ആർ ഹാവിംഗ് ഫ്രം ജർമ്മനിയുടെ വൈമർ റിപ്പബ്ലിക്. എമർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ എടുക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് എന്നുള്ള കാര്യമാണ് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് സ്പെസിഫിക്കലി സെയിങ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഡ്യൂറിങ് എമർജൻസി. എമർജൻസിയുടെ സമയത്തൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ജർമ്മനിയിൽ നിന്നുള്ള കാര്യമാണ്. അപ്പോൾ എമർജൻസി പ്രൊവിഷൻസ് ബേസിക്കലി വരുന്നത് ജർമ്മനിയിൽ നിന്നാണ് എന്നുള്ള കാര്യമാണ് പഠിച്ചു വെക്കേണ്ടത്. ദെൻ കമ്മിങ് ടു ഓസ്ട്രേലിയ, വി ആർ ഹാവിംഗ് കൺകറന്റ് ലിസ്റ്റ്. നമ്മുടെ സ്കെഡ്യൂൾ 7 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ
സെവൻത്ത് ഷെഡ്യൂളിൽ വി ആർ ഹാവിംഗ് 3 ലിസ്റ്റ്. വൺ ഈസ് കോൾഡ് സ്റ്റേറ്റ് ലിസ്റ്റ്, ദെൻ യൂണിയൻ ലിസ്റ്റ്, ദെൻ കൺകറന്റ് ലിസ്റ്റ്. ആ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ചില മേഖലകളെ കുറിച്ചാണ് പറയുന്നത്. ഷെഡ്യൂൾ 7 ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഷെഡ്യൂൾ 7 സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റുകൾക്ക് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്. ദെൻ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നത്. 2 പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിളിക്കുന്ന പേരാണ് കോൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫ്രം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ലാംഗ്വേജ് ഓഫ് ദി പ്രിയാമ്പിൾ, അത് ഓസ്ട്രേലിയയിൽ നിന്ന് എടുക്കുന്നു. ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി 2 ഹൗസസ് ഓസ്ട്രേലിയയിൽ നിന്ന് എടുക്കുന്നു. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് എന്തായാലും പഠിച്ചു വെക്കുക. സംതിങ് വെരി സിഗ്നിഫിക്കന്റ്. നൗ നമ്മൾ നേരത്തെ റൂൾ ഓഫ് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ബ്രിട്ടൻ ആണെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ, നിയമത്തിൽ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അത് നിയമം പ്രകാരം അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ദാറ്റ് ഈസ് ജപ്പാനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. കേട്ടോ. ദെൻ നമുക്കറിയാം ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇതൊക്കെ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. അതുകൊണ്ടാണ് ഫ്രാൻസിൽ നിന്നും നമ്മൾ എടുക്കുന്നത് അങ്ങനത്തെ കുറച്ച് വാല്യൂസ്. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലും മറ്റൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന കുറച്ച് വാല്യൂസ് കൂടിയാണത്. അത് ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റിസനും കിട്ടുന്ന അവകാശങ്ങളാണെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറഞ്ഞാൽ ഓരോ മനുഷ്യരും ചെയ്യേണ്ട കടമകളെ കുറിച്ചാണ്. അത് വരുന്നത് USSR നിന്നാണ്. റഷ്യയുടെ ഭാഗത്ത്. ദെൻ പ്ലാനിംഗ് കമ്മീഷനും അത് USSR നിന്നാണ്. അപ്പൊ ഇത് രണ്ടും വൃത്തിക്ക് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി അമെന്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന് നമുക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതിനാണ് അമെന്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയാണ്. രാജ്യസഭ മെമ്പേഴ്സിനെയും എലക്ട് ചെയ്യുന്നതും സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. റെസിജ്വൽ പവേഴ്സ് ടു സെന്റർ, ഇത് പഠിച്ചു വെക്കണം. അതായത് നമുക്കിപ്പോ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം വരികയാണെങ്കിൽ ആരുടേതാണെന്ന് നിൽക്കുക, അത് സെന്ററിൻ്റെത്. അതായത് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പവർ വരുന്ന ആർക്കാണ്? സെന്ററിനാണെന്ന് പറയുന്നതാണ് റെസിജ്വൽ പവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ദെൻ സ്ട്രോങ് സെന്റർ വിത്ത് വീക്കർ സ്റ്റേറ്റ് ഇസ് എ കോൺസെപ്റ്റ് ഓഫ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉള്ളതിനാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്ട്രോങ് ആവുകയും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ കയ്യിൽ കുറഞ്ഞ പവർ ഉള്ളതുകൊണ്ട് വീക്ക് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതും കാനഡയിൽ നിന്നാണ് വരുന്നത്. സോ 28 റിലേറ്റഡ് ആണെന്നുള്ള അറിഞ്ഞിരിക്കുക. ദെൻ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ ബൈ ദ സെന്റർ. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ഗവർണർ ഉണ്ട് അല്ലെ. നമ്മുടെ ഇപ്പോഴത്തെ ഗവർണറുടെ പേരെന്താ? ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് അതായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എനിവൺ? അർലേക്കർ. ഓക്കെ, അപ്പോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കണം കേട്ടോ. സോ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഫീച്ചർ കാനഡയിൽ നിന്നാണ് വരുന്നത്. ദെൻ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസ് ചെയ്യാനുള്ള ചില പ്രത്യേക കഴിവുകൾ, അതും കാനഡയിൽ നിന്ന്. അപ്പൊ നമ്മളിപ്പോ 31 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും നിർബന്ധമായിട്ട് നോക്കേണ്ടത് ഏത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ അനദർ കളർ യൂസ് ചെയ്തിട്ട്, ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് അറിയിക്കാം. ഒന്ന് ബ്രിട്ടന്റെ കാര്യങ്ങൾ പഠിക്കുക, UK എഴുതി വെക്കാം. എന്നിട്ട് അതിൽ ഒന്ന് പാർലമെന്റ്, റൂൾ ഓഫ് ലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. US നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫണ്ടമെന്റൽ റൈറ്റ്, ജുഡീഷ്യൽ റിവ്യൂ, അങ്ങനെ ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ വരുന്നതാകുന്നത്. പിന്നെ അയർലാൻഡിന്റെ ഭാഗമായിട്ട് DPSP ഇത് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എമർജൻസി പ്രൊവിൻസസ് ജർമ്മനിയാണ്, പഠിച്ചു വെക്കണം. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ ആണ്. ഐഡിയ ഓഫ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി അത് റഷ്യയിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് സൗത്ത് ആഫ്രിക്കയാണ്. ദെൻ സ്ട്രോങ് സെന്റർ വിത്ത് വീക്കർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫെഡറലിസവും ഗവർണറും റെസിജ്വൽ പവറും കാനഡയിൽ നിന്നാണ്. അപ്പൊ കാനഡയിൽ നിന്നുള്ള ഈ 3 എന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ക്ലാസ്സിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ ആ നോട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെങ്കിലും നിങ്ങൾ സമ്മറൈസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാവും. ഓക്കെ, ഞാൻ ഇത്രയും കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് പഠിപ്പിക്കുന്നത് ഈ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സോ ഒരിക്കലും മിസ്സാക്കരുത്. സോ അതായിരുന്നു രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ബാക്ക് ടു അവർ ഫർദർ ഡിസ്കഷൻ. മൂന്നാമത്തെ ഫീച്ചർ ആണ് പറയുന്നത് ദർ വി ഹാവ് ദ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരേ സമയത്ത് റിജിഡ് ആണ്, ഒരേ സമയത്ത് ഫ്ലെക്സിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ,
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില പ്രൊവിഷൻസുകൾ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. നമ്മൾ എന്ത് നിയമം ഉണ്ടാക്കുകയാണെങ്കിലും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ളത് ജുഡീഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിലേക്ക് ഒരുപാട് കേസ് നടന്നപ്പോൾ വന്നിട്ടുള്ളതാണ്. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരേ സമയത്ത് റിജിഡ് എലമെന്റ് ഉണ്ട്, എന്നാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എലമെന്റ് ഉണ്ട്. അതായത് ചില കാര്യങ്ങൾ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലത് നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ സിമ്പിൾ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം കൊണ്ടുവരാനും പറ്റും, റിജിഡ് ആയിട്ട് ബുദ്ധിമുട്ടി മാറ്റാൻ വേണ്ടി പറ്റും. അതിനെ വിളിക്കുന്ന പേരാണല്ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. നൗ ഗൈസ്, കോമെന്റ്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എവിടെ നിന്നാണ് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ളത്? കമന്റ് ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ വേണം നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത്, എന്നാൽ നമ്മുടെ തലയിൽ ഉണ്ടാവുന്നത്. പറയാം. യാ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഫൈൻ. സൗത്ത് ആഫ്രിക്ക, വെരി ഗുഡ്. ആഫ്രിക്ക എന്ന് എഴുതരുത്, സൗത്ത് ആഫ്രിക്ക എന്ന് എഴുതണം. കാരണം ആഫ്രിക്ക ഇസ് എ കോണ്ടിനെന്റ്, സൗത്ത് ആഫ്രിക്ക ഇസ് എ കോൺട്രി. ദെൻ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. ഫെഡറലിസത്തെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞത് ഒരു സ്ട്രോങ് സെന്റർ ഉണ്ടാകും, വീക്ക് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രോങ് സെന്റർ എന്ന് പറയുന്ന ഒരു എലമെന്റ് വരുന്നുണ്ട്. ഫെഡറൽ സിസ്റ്റം ഏത് രാജ്യത്ത് നടത്തിയിരിക്കുന്ന ഫീച്ചറാണ്? കൊമന്റ് ചെയ്യുക, ഇങ്ങനെ വേണം പഠിക്കാന്. US ആണോ സ്ട്രോങ് ആയിട്ടുള്ള ഫെഡറലിസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? US പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. US അല്ല, കാനഡ. ഓക്കെ, കാനഡയാണ് കേട്ടോ. ആൻഡ് യൂണിറ്ററി ബയാസ് മീനിങ് വാട്ട്? യൂണിറ്ററി ബയാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കുറച്ചുകൂടെ പവർ കൂടുതൽ കിട്ടുന്നതിനെയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഫെഡറലിസം ഉണ്ടെങ്കിലും ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫെഡറലിസം അല്ല, ഇറ്റ്സ് എ കോസി ഫെഡറലിസം ആണ്, ഗിവിംഗ് മോർ പവർ ടു സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ദെൻ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, വി ഹാവ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിംഗിൾ കാര്യങ്ങളാണ്. അപ്പൊ രാജ്യത്ത് ഉടനീളം നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് അൾട്ടിമേറ്റ്ലി, നമുക്കൊക്കെ ഒരേ കറൻസിയാണ് അല്ലെ? അപ്പൊ അതാണ് നമ്മൾ ഇന്ത്യയിൽ ഉടനീളം ഉപയോഗിക്കുന്നത്. എന്ന പോലെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് കേരളത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ ഗവൺമെന്റിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷന് ഇല്ല. രാജ്യത്ത് ഉടനീളം ഒറ്റന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് വി ആർ ഹാവിംഗ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, രണ്ട് സിറ്റിസൺഷിപ്പും ഇല്ല. ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരൊറ്റ പൗരത്വമാണ് നമുക്കുള്ളത്. അങ്ങനെ സിംഗിൾ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് യൂണിറ്ററി ബയാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേ സമയത്ത് സ്റ്റേറ്റുകൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇൻഡിപെൻഡൻസ് ഉണ്ട്. അതാണ് നമ്മൾ സ്കെഡ്യൂൾ 7 പറഞ്ഞിട്ടുള്ളത്. There we are having some very important provisions that the state can make laws. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ യൂണിറ്ററി ബയസ് കുറച്ച് കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മീനിങ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഈസ് മച്ച് മോർ പവർഫുൾ ദാൻ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ദെൻ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഇത് എവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്? പാർലമെന്ററി സിസ്റ്റം ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. യാ, വെരി ഗുഡ്. എന്താണ് ഇത്? സിമ്പിൾ ആണ് അല്ലെ? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പ്രസിഡന്റ് നോമിനൽ ഹെഡും റിയൽ പവർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. നമുക്ക് പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹം നോമിനൽ ആയിട്ടുള്ള ഹെഡ് മാത്രമാണ്. പക്ഷേ ഏറ്റവും റിയൽ പവർ അടുത്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റീസെന്റ് ആയിട്ട് വഖഫ് ബില്ല് വന്നു. വഖഫ് ബില്ല് ഇവര് ഭയങ്കര സീരിയസ് ഡിസ്കഷനിൽ അവർ പാസ്സാക്കി. പ്രസിഡന്റിന്റെ റോൾ എന്താ? ഒപ്പിടുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ദെൻ സെക്യുലർ സ്റ്റേറ്റ്. സെക്യുലറിസത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976. അതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. ഇന്ത്യയിൽ ഒരു ഒഫീഷ്യൽ മതം ഇല്ല, ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് പറയുന്ന ഒരു കാര്യമാണ് വരുന്നത്. ദെൻ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഒരു പ്രത്യേകത കൂടെ എല്ലാ മതങ്ങളെയും ഈക്വൽ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്, പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എവിടെ നടക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്? എവിടെയാണ് നമ്മൾ കണ്ടെടുത്തിരിക്കുന്നത്? പ്ലീസ് കമന്റ്. യാ, US നിന്നും. വെരി ഗുഡ്.
ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. വിൽ ബി ഡിസ്കസിംഗ് ദീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, എവറിത്തിങ് ഇൻ അവർ അപ്കമിംഗ് ക്ലാസ്സസ് കേട്ടോ. ഇതൊക്കെ നമ്മൾ നമ്മുടെ അപ്കമിംഗ് ക്ലാസ്സസിൽ എടുക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞാൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. അത് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. അതേസമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് 1976 വരുന്നത്, ബേസ്ഡ് ഓൺ ദ USSR. അങ്ങനെ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്കുണ്ട്. ഓക്കെ, ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്കമിംഗ് ക്ലാസ്സസിലായിട്ട്. ആൻഡ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തു. എന്തിനാ എടുക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു സ്റ്റേറ്റ് ഭരണം കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റേറ്റ് ഹാസ് ടു ഫോളോ സം വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ മൈൻഡ്. അതായത് സ്റ്റേറ്റ് ഒരു നിയമം പാസ്സാക്കുകയാണ്. ഈ നിയമം കൊണ്ട് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാകേണ്ടത്? ഇങ്ങനത്തെ സ്റ്റേറ്റിനോട് കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നത് കേട്ടോ. ഫൈൻ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഫൈൻ. അടുത്തതാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഈ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു US. അപ്പോൾ ജുഡീഷ്യറിയുടെ കാര്യങ്ങളൊക്കെ US-മായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഇപ്പൊ തങ്ങ് പഠിച്ചാൽ മതി, എന്നത് കയ്യിലുണ്ടാവും. ആൻഡ് ദസ് വി ആർ ഹാവിംഗ് അനദർ തിങ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്താണത്? വോട്ട് അവകാശം. 18 വയസ്സ് മുകളിലുള്ള എല്ലാവർക്കും വോട്ട് നൽകാനുള്ള അവകാശത്തെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലായത് എപ്പോഴാണ്? when it happened for the very first time? Anyone? ഒന്ന് ലോജിക്കലി ആലോചിച്ചാൽ മതി, ഉത്തരം കിട്ടും. സ്റ്റാലിനി റാഫേൽ, വെരി ഗുഡ്. 1951, 52 സമയത്ത് നടക്കുന്ന ജനറൽ ഇലക്ഷൻ ഉണ്ട്. ആ സമയത്താണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാകുന്നത്. അതിന് മുന്നൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ള കാര്യം ബേസിക്കലി അറിഞ്ഞിരിക്കുക കേട്ടോ. അതായത് വോട്ടവകാശം പ്രായപരിധിയുള്ള എല്ലാവർക്കും പറ്റും എന്നുള്ളത്. അന്ന് ആക്ച്വലി എന്നാൽ 18 വയസ്സായിരുന്നില്ല. അന്ന് 21 വയസ്സാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അത് 18 മാറ്റുകയാണ് ചെയ്യുന്നത് 1968 സമയത്ത്. ദെൻ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ സിറ്റിസൺഷിപ്പ് ആണ് വരുന്നത്. ദെൻ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ മെഷീൻ, നമുക്കൊരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, ആർട്ടിക്കിൾ 324 പ്രകാരം. അപ്പൊ അതിലൂടെ രാജ്യത്ത് ഉടനീളം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇലക്ഷൻ നടത്തണം എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി എലമെന്റ് ഓഫ് ഡെമോക്രസി. അങ്ങനെ ഡെമോക്രാറ്റിക് എലമെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതിലൂടെയാണ് നമ്മൾ ഭരിക്കുന്ന ഭരണകൂടത്തിനോട് നമുക്ക് വിയോജിപ്പുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ദെൻ എമർജൻസി പ്രൊവിഷൻസ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ എമർജൻസി പ്രൊവിഷൻസ് എവിടുന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? We have 3 types of emergency: national, state, and financial emergency. Article 352, 56, 360. Article 352, national emergency. 356, state. Financial emergency, 360. Okay. Basic info ആണ്. The question is that emergency provisions നമ്മൾ എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത്? Reggie Major. Very good. That is from Germany. ജർമ്മനി അല്ലെ? ഓക്കെ, ജർമ്മനിയിൽ നിന്നാണ്. Now, another very important point, special provision for SC ST backward classes, meaning ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് വരണം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ റിസർവേഷൻ എലമെന്റ് ഇത്രയും കാലമായിട്ട് എഡ്യൂക്കേഷനിലും എംപ്ലോയ്മെന്റിലും ലെജിസ്ലേച്ചറിലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ സെക്ടറിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ നിയമത്തിൽ, അപ്പൊ അതായത് ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇന്ന വാർഡ് സ്ത്രീകളുടെ വാർഡാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു റിസർവേഷൻ കൊടുക്കുന്നത് വൈ ഇങ്ങനത്തെ ആൾക്കാർ ഫോർ ഫ്രണ്ടിലോട്ട്, മുൻനിരയിലോട്ട് വരാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഗൈസ്, ദീസ് ആർ സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ സാലിയന്റ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്ന്, ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിഫറെന്റ് സോഴ്സുകൾ നമ്മൾ ഓരോന്നും പറഞ്ഞു. ദെൻ റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട്. ദെൻ ഫെഡറൽ സിസ്റ്റം ആണെങ്കിലും യൂണിറ്ററി ബയാസ് ആണ്. പാർലമെന്ററി സിസ്റ്റം, സെക്യുലർ സ്റ്റേറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ മെഷീനറി, എമർജൻസി പ്രൊവിഷൻസ്, സ്പെഷ്യൽ പ്രൊവിഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണോ, എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നുള്ളതാണ്.
ഏതെങ്കിലും ടേം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതോ മനസ്സിലാകാത്തതോ ഉണ്ടെങ്കിൽ ഒന്ന് പറയും. നോട്ട് ഞാൻ നിങ്ങൾക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നോട്ട് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ക്ലാസ്സിന് ശേഷം ഇട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓരോ പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് 5 ക്വസ്റ്റ്യൻസ് എങ്കിലും പോളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യേണ്ടി പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് ഞാനിപ്പോൾ എടുക്കുന്നില്ല. എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഐ വിൽ ബി ഡിസ്കസിങ് സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ആയിട്ട് ഉപയോഗിക്കുക. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് ഫോംഡ് ആസ് പാർട്ട് ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത്. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്? ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. അറിയാത്തവര് 4 ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലുമൊക്കെ ഒന്ന് കുത്തുക. ക്രിപ്സ് മിഷൻ ആണോ? ഇത് 1942 വരുന്ന ഒന്നാ, അതല്ല. ക്യാബിനറ്റ് മിഷൻ ആണോ? അതെ. സൈമൺ കമ്മീഷൻ അല്ല. മൗണ്ട് ബാറ്റൻ ഇന്ത്യയെ വിഭജിക്കാനാണ്, അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കാനല്ല. സോ ആൻസർ ഇസ് ബി. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ഓൺ. ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ് അത് മാത്രം ഓർമ്മ ഉണ്ടെങ്കിൽ ആൻസർ വിൽ ബി 26 നവംബർ 1949 ആണ്. നോക്കിക്കേ, ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 1949 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ എന്നുള്ള രീതിയിൽ അഡോപ്റ്റ് ചെയ്തപ്പോൾ. അത് അങ്ങനെ പറയുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, 1949. ദെൻ തേർഡ് വൺ, ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് പറയും. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ആരാണെന്നുള്ളത് നിങ്ങൾ അതിൽ ആൻസർ ചെയ്യണമെന്നില്ല. അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നാലാമത്തെ എന്താ, ദ കോൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന എടുത്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന എടുത്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യൽ റിവ്യൂ എവിടുന്ന എടുത്തിരിക്കുന്നത്? ജുഡീഷ്യറുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, US-ൽ നിന്നാണ് കേട്ടോ. ഫ്രം വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ ബോറോ ദ ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? 5th വൺ, വെരി ഗുഡ്. കമന്റ് ചെയ്യുന്നവര് നല്ലത്. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, USSR. സോ ഗൈസ്, ഇങ്ങനെ വേണം നമ്മൾ ഈ ജനറൽ പേപ്പറിന്റെ കാര്യങ്ങൾ പഠിക്കാൻ. പഠിക്കുന്നത് എന്തുകൊണ്ട് അത് ആ ടോപ്പിക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിന് പഠിക്കാനുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കി വെക്കുക. ആസ് വെൽ ആസ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് അക്യുറസി കൂട്ടുക. ഈ രീതിയിൽ വേണം ചെയ്യാൻ. നമ്മളുടെ നോട്ടുകൾ ഉടനീളം ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ റെഡി ആക്കിയിട്ടുണ്ട്. ക്ലാസ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭ്യമാകും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഹാവ് എ ഗുഡ് റിവിഷൻ ഫ്രം ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ. ഇന്ന് ചെറിയൊരു ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതൊരിക്കലും മിസ്സാക്കരുത്. ഹോപ്പ് ദ ഡിസ്കഷൻ വാസ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലോ അല്ലെ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം രണ്ടാമത്തെ ടോപ്പിക് ആയിട്ടുള്ള മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ, കുറെ ഫാക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം വിത്ത് സം വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. കാരണം ചില കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫാക്ട് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതാണ് നമ്മുടെ അപ്രോച്ച്. അല്ലാതെ വെറുതെ ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ അല്ലെ? താങ്ക് യു നന്ദിനി. ഫൈൻ. ഓൾ ഗൈസ് താങ്ക് യു. ഓക്കെ ഫൈൻ. സോ ഇതോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ റിവൈസ് ചെയ്യട്ടോ. താങ്ക് യു സർ. ടുഡേസ് ക്ലാസ് എഫക്ട്. നിങ്ങൾ റിവൈസ് ചെയ്യുക. അതേ പറയാം, നിങ്ങൾ ഒരുപാട് പഠിക്കുന്നതിനുള്ള അപ്പുറത്തുണ്ട്. പഠിക്കുന്നത് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന ഏരിയ ആണ്, മിസ്സാക്കരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജനറൽ പേപ്പറിന്റെ പോർഷൻ ആണ്. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ. താങ്ക് യു.